ദുഃഖപ്പെട്ട് നിൽക്കല്ല, നല്ല സന്തോഷത്തിൽ തന്നെയാണ്. നമുക്ക് നല്ല ഉഷാറിനൊരു വ്ളോഗ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാണ്, 21ാമത് വെഡിങ് ആനിവേഴ്സറിയാണ് ഗൈസ്. അപ്പോൾ ഞാനെന്ത് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അപ്പോൾ എൻ്റെ പുതിയാപ്പിള പണിക്ക് പോയതാണ് കേട്ടോ. അപ്പം മൂപ്പർക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങണം, എന്നാലാണ് അത് കണ്ടെങ്കിലും തിരിച്ചു തരുള്ളൂ. അപ്പം അങ്ങനെ പുതിയ മാക്സൊക്കെ ഇട്ട് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒന്ന് മാക്സൊക്കെ ഇട്ടതാണ്. പക്ഷെ മൂപ്പർ നോക്കിയതൊന്നുമില്ല. അപ്പം അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി വരാം. പോത്തുകളെ കെട്ടിയിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല, കെട്ടിയിട്ടില്ല, പോയി വരട്ടെ കേട്ടോ. ഓക്കെ, അതാ എന്നാൽ പിന്നെ ഒരുങ്ങിയാലോ, വേഗം വേഗം പോകാട്ടോ. ഞാൻ വേഗം ഒന്ന് ഒരുങ്ങട്ടെ. ഒരുങ്ങാൻ മാത്രമൊന്നുമില്ല, ഇന്നാലുണ്ടല്ലോ നല്ലൊരു മെനക്കേലിൽ പോകണമല്ലോ, നല്ലൊരു വൃത്തിക്ക് പോകണമല്ലോ, അങ്ങാടിക്ക് പോകുകയാണല്ലോ. അപ്പം അങ്ങനെ വീണ്ടും പിന്നെ കറുത്ത ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചുരിദാർക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇടക്കും തലക്കും ഞാൻ ഇത് വലിച്ച് കയറ്റി ഇടലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ പാർട്ടി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കുറേ കൊല്ലമായാലും ഞങ്ങൾക്ക് ഇതാക്കണം ഇപ്പോഴും മധുര 17 തന്നെയാണ്. പക്ഷെ അങ്ങനെ ആഘോഷം കാര്യങ്ങളും പരിപാടികളൊന്നുമില്ല. അമ്മനെ വിളിച്ച് ഞാൻ വൈകുന്നേരത്താണ് പറഞ്ഞത്, അമ്മ ഇന്ന് ഞങ്ങൾ 21ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അമ്മ പറയാം, 21 അങ്ങനെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അമ്മക്ക് അതിലൊന്നും വലിയ കഥയല്ല, ആർക്കും അതിൽ വലിയ കഥയൊന്നുമില്ല കേട്ടോ. മൂപ്പർക്ക് തീരില്ല. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ, അതങ്ങനെയൊക്കെയാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കിപ്പോൾ അതൊക്കെ ഒന്ന് വലുതായിട്ടില്ല, ചെറുമട്ടത്തിൽ ഞങ്ങൾ ഒന്ന് കഴിക്കുക എന്നുള്ളത് എനിക്ക് നല്ല സന്തോഷം കേട്ടോ. കുട്ടികളെ ബർത്ത്ഡേ, മൂപ്പരുടെ ബർത്ത്ഡേ, അങ്ങനെ വെഡിങ് ആനിവേഴ്സറി, അതൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയണമായിരിക്കും ഞാനതൊന്ന് കഴിക്കാൻ നോക്കലുണ്ട്. ഒന്ന് ചെറുതായിട്ട് നല്ല ഫുഡ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഒന്ന് മുറിക്കാനും കഴിക്കാനൊക്കെ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ 500 അങ്ങനെ 1000 ഉറുപ്പ്യ കൊണ്ടാണ് ഞാൻ അങ്ങാടിക്ക് പോകുന്നത്. ഇതിനോണ്ട് എന്ത് കിട്ടുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മൂപ്പർക്ക് എന്തെങ്കിലും ഒന്നൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കണം. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കിട്ടണമെന്നൊരു മാക്സിമം കാര്യങ്ങളൊക്കെ ഇക്കാലം അത് ചെറുതാണെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം അങ്ങാടിയിൽ പോയി തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വല്ലാതായിട്ട് അങ്ങോട്ട് എടുത്തില്ല, കുറേ നേരം ഞാൻ അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഭയങ്കര ക്ഷീണമായി. പിന്നെ ഞാൻ കയ്യിലില്ല സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റാണ് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തന്നാൽ പോരെ. അപ്പം ഞാനും ഉണ്ണിമോൾക്ക് ക്ലാസ് ഇല്ലല്ലോ, ഇപ്പം എക്സാം തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ആ ഒരു ടൈമിലാണ് ഓളയും കൊണ്ട് പോയത്. ഞാൻ ഓളവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചാൽ ഓളെ വലിച്ച് പോന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ ഉച്ചക്കല ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് പോത്തുകളൊക്കെ കൊണ്ടുപോയി. അപ്പം അങ്ങനെയാണ് പോയിട്ടോ. പിന്നെ വൈകുന്നേരത്താണ് പിന്നെ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ കല്യാണ വിഷയം കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ മുന്നത്തെ വീഡിയോ കൊല്ലം ഇത് ഞാൻ പറയുന്നുണ്ട്, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കെട്ടിപ്പോന്നു. പിന്നെ 3 കുട്ടികളായി, പിന്നെ കുടുംബസ്ഥയായി, വീട്ടുടമയായി, അങ്ങനെ നല്ല സന്തോഷത്തോടെ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങനെ പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കാനുള്ളത് എനിക്ക്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു നൈറ്റ് ഡ്രൈവിന് പോയതാണ് കേട്ടോ. സത്യമായി നൈറ്റ് ഡ്രൈവിന് പോയതല്ല, ഇവർക്കൊരു ഷർട്ട് എടുക്കണം, ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇജ്ജ് പോരുന്നു ചോദിച്ചപ്പം പിന്നെ ഞാൻ ചാടിത്തുള്ളി പോയി ഇതാക്കണം. ഞങ്ങൾ ഇടവണ്ണെന്നാണ് ഡ്രസ്സ് എടുക്കാൻ നിൽക്കുന്നത്. ഡ്രസ്സല്ല, ഒരു 2 ഷർട്ട് എടുക്കണം, മൂപ്പർക്ക് ഒരു തുണി എടുക്കണം. തുണിയൊക്കെ ആകെപ്പാട് ഇങ്ങിപ്പാങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷർട്ട് എടുക്കണം, തുണി എടുക്കണം, അങ്ങനെ. അപ്പോൾ ഈ ഒരു കടയിലാണ് കയറിയിട്ടുള്ളത്, ഇടവണ്ണയിൽ. അങ്ങനെ ഷർട്ട് എടുത്തൊരു കള്ളിപ്പുള്ളിയാണ് ഷർട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഷർട്ടൊക്കെ എടുത്തു. പക്ഷേ ഷർട്ട് മൂപ്പര് അവിടെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയത് വേറെ ചിലതാണ് കേട്ടോ. ഇവിടെ കുറച്ച് പുള്ളി കുത്തും നല്ല കളർഫുള്ളായി കുറച്ച് ഷർട്ട് പീസുകളുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ചുരിദാറൊക്കെ കണ്ട് അടിച്ചിട്ടുണ്ടല്ലോ, ഗംഭീരമായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു മീറ്ററിനൊക്കെ 400, 500, 1000 ഉള്ളിലൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഒരു പീസ് കിട്ടിയ നല്ല രസമല്ല ഒരു ചുരിദാർ അടിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് നിന്നത്. പിന്നെ ഇന്നെ കാണിച്ചു തരണല്ലോ, അതൊരു മര്യാദയാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഇന്നേയും കൂടി ഒന്ന് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമായില്ലേ. ഇതൊക്കെ തന്നെ ഈ ഡ്രസ്സ് തന്നെ കേട്ടോ, രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ വൈകുന്നേരത്ത് പോയപ്പോൾ ഇട്ടത്. പിന്നെ തയ്ക്കാൻ കൊടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ തയ്ച്ച ഡ്രസ്സേ ഇടുകയുള്ളൂ കേട്ടോ, അങ്ങനെ റെഡിമെയ്ഡും കാര്യങ്ങളും ഇടൂല, തയ്ച്ച ഡ്രസ്സേ ഇടുകയുള്ളൂ. അങ്ങനെ ഷർട്ട് അടിക്കാൻ കൊടുത്തു. അങ്ങനെ 2 ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, 1 അടിക്കാൻ കൊടുത്തിട്ട്. പിന്നെ ഞങ്ങൾ പോരിൽ റെയ്താലിൽ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്പെഷ്യലാണല്ലോ, അതുകൊണ്ട് തന്നെ കുഴിമന്തി വാങ്ങാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ബിരിയാണിയും കാര്യങ്ങളും പായസം കാര്യങ്ങളും നെയ്ച്ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. ഇത് എളുപ്പമാണ് കേട്ടോ. ഒരു 1000 ഉറുപ്പ്യൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവരും കൂടി വിസ്തരിച്ച് പോരാത്തതിന് രാവിലെയും കൂടി തിന്നാനുള്ളത് ഞങ്ങൾ വാങ്ങിപ്പോരലുണ്ട്. അങ്ങനെ നല്ല പെരി ചിക്കനും അൽഫാമും പിന്നെ മന്തി റൈസും അങ്ങനെ വാങ്ങിയിട്ട് ഞങ്ങളിട്ട് പോന്നു. പിന്നെ എല്ലാവരും കൂടി ഇന്ന് ചോറ് തിന്നു കേട്ടോ. നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട്
പള്ള നിറച്ചാണ് അങ്ങോട്ട് ചോറ് തിന്ന്. കല്യാണത്തിൻ്റെ അന്ന് പള്ള നിറച്ച് ചോറ് നേരം കിട്ടിയിട്ടില്ലേ എന്നിട്ട് ജഗപ്പൊക കരച്ചിൽ വിളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെന്നല്ലോ. അപ്പം ഇന്ന് ഏതായാലും ഈ 21 കൊല്ലത്തേക്ക് കടന്നു. ഞങ്ങൾ ദാമ്പത്യ ജീവിതം സുഖകരമായിട്ടല്ലേ ദാമ്പത്യ ജീവിതം 21ാമത്തെ കൊല്ലത്തേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മന്തി കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്. ഇപ്പം കേക്ക് വാങ്ങി മധുരം കമ്മിയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കൽ മറന്നു പോയിട്ടുണ്ട്. ഒരു കേക്ക് മേക്കറാണ് ഇപ്പോൾ ഈ പറയണത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം കേക്ക് ഉണ്ടാക്കലില്ല, നല്ല പണിയാണത്. അപ്പം മന്തി വാങ്ങുകയാണെങ്കിൽ സുഖമാണല്ലോ. നമ്മങ്ങനെ ചോറൊക്കെ തിന്നിട്ട് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്നോട് ചോദിച്ചതാണ്, എനിക്ക് ചുരിദാർ എടുക്കണോ മാക്സി എടുക്കണോ എന്ന് ചോദിച്ചാണ്. മാക്സി ഒരു 3-4 അടിക്കാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സി വേണ്ട, അപ്പോൾ ചുരിദാർ വേണോ എന്ന് ചോദിച്ചപ്പം വേണ്ട, ഇപ്പം ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വാങ്ങി തന്നാൽ മതി, മറക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടിയിൽ വരാ കുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ മൂപ്പര് വാങ്ങിത്തരാൻ നിന്നതാണ്. അങ്ങനെ ഞാൻ വാങ്ങിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ചുമരുമ്പോൾ പതിപ്പിക്കുന്ന നല്ലൊരു ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഫോട്ടോ ഞാൻ 20ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ സമ്മാനം കൊടുത്തതാണ്. ഇതിപ്പോൾ 21ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ സമ്മാനം കൊടുത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫോട്ടോ? മുഖത്തെ ചിരിയുണ്ടല്ലേ, മൂപ്പർക്ക് ഇഷ്ടമായിക്കുന്നതേ. അപ്പം അങ്ങനെ വേറെ ആരുമല്ല, ഞങ്ങൾ 5 ആളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, രസമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നല്ല ഇതാകണം. അപ്പോൾ കുഞ്ഞാറ്റ ഓടി വന്ന് കാണുന്നുണ്ടോളൂ. സ്കൂൾക്ക് പോയതായിരുന്നു. ഞാനും ഉണ്ണിമോളാണിത് പ്ലാൻ ചെയ്തിട്ട് പോയിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണനും അത് കണ്ടിട്ട് അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. അവരുടെ കയ്യിലും ദമ്പടി ഇല്ലാത്തതുകൊണ്ട് സമ്മാനങ്ങളൊന്നും മക്കൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. അങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഇതാകണം 2ാമത്തെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഷർട്ടും പീസാട്ടോ കൊടുത്തിട്ടുള്ളത്. മൂപ്പർക്ക് അങ്ങനെ നമ്മളെടുക്കണതൊന്നും അത്രക്കണ്ട് രസപ്പെടൂല കേട്ടോ. മൂപ്പരെടുക്കാത്താലാണ് ഒരു സന്തോഷമാകുള്ളൂ. നമുക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നാലും വലിയ സന്തോഷമല്ലേ. മൂപ്പര് അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. തിരക്കേടില്ലാന്ന് തോന്നുന്നുണ്ട് മുഖം കണ്ടിട്ട്. ഏതായാലും അതവിടെ വെക്കട്ടെ. അപ്പം അങ്ങനെ നമ്മളെ 21ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് മക്കളെ. അങ്ങനെ അടിപൊളിയായിട്ട് അതങ്ങനെ കഴിഞ്ഞു. സന്തോഷത്തോടു കൂടി അതങ്ങനെ കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാ കാര്യം അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഫോട്ടോ ഇഷ്ടമായിക്കണം കേട്ടോ. ആ മുഖം കണ്ടാലറിയാം, നല്ലൊരു ബൾബ്, നല്ല 100 വാൾട്ടിൻ്റെ ബൾബ് എന്നെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മണ്ടി പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം കേട്ടോ. എന്തിനാണെന്ന് അറിയാവോ ഗൈസ്? ഒരു ഇത്തിരി മന്തി തിന്നേൻ്റെ ഒരു ഉഷാറാണത്. കാരണം അവൾ മന്തി തിന്നില്ല. അങ്ങനെ വയറ് നിറച്ച് ചോറുണ്ടല്ലോ, അവൾക്ക് ഛർദ്ദിക്കാൻ വരും. തിന്നാൻ പറ്റുള്ളൂ. അല്ലാത്ത ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അതൊക്കെ വയറ് നിറച്ച് മുട്ടോളം തിന്നാൻ പറ്റില്ല കേട്ടോ. ഞാനൊക്കെ കൊല്ലിൻ്റെ അവിടെ തൊണ്ടൻ്റെ അവിടെ തിന്നാലും എനിക്ക് വിഷയമല്ല. പക്ഷെ ഓക്ക് അങ്ങനെയല്ല. ഓക്ക് ഇത്തിരി തിന്നാലും തന്നെ ഛർദ്ദിക്കാൻ വരും. ഒരു സാധാ ആളായോണ്ട് സാധാ ചോറ്. അപ്പം ഇങ്ങനെയാണ്. ഇതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. കണ്ട എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ക്ലിയർ ഇല്ല. ഇതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. കണ്ട ഇതാണ് ഇപ്പം